ചെടികൾ കണ്ട നിറച്ചുണ്ട്. ഇതൊക്കെ എൻ്റെ വീട്ടിലത്തെ ചെടികളാണ്. വീട് താമസാക്കണേക്കാളും മുന്നേ ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഓരോ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നും ബന്ധുക്കളുടെ വീട്ടിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് നട്ടുപിടിപ്പിച്ച ചെടികളാണ് ഇതൊക്കെ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ഇതിൽ നിറയെ ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ടുള്ള ചെടികളുണ്ട്. ചെടികൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അതിലൊരു ഹരമായി. അങ്ങനെ ഞാൻ വെഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഇക്കാടെ അടുത്ത് പറയും, എനിക്ക് ഡ്രസ്സൊന്നും വേണ്ട കേട്ടോ, എനിക്ക് കുറച്ച് ചെടിച്ചട്ടി മേടിച്ചു തന്നാൽ മതി. അങ്ങനെ ഞാൻ ഒരുപാട് ചെടിച്ചട്ടി വാങ്ങിക്കൂട്ടി. അതിലൊക്കെ മണ്ണും ചകിരിച്ചോറും വീട്ടിലുള്ള മുട്ടത്തണ്ടും ഉള്ളിത്തൊണ്ടും ചായപ്പൊടിയും ഒക്കെ ഇട്ട് നട്ട് വളർത്തിയതാണ് ഈ ചെടികളൊക്കെ. മുകളിലുണ്ട്, ബാൽക്കണിയിലും ഒക്കെ സെറ്റ് ചെയ്തു. കൊറോണ സമയത്ത് എല്ലാ വീടുകളിലും എല്ലാവരുടെയും ഹോബി ഇതൊക്കെ തന്നെയായിരുന്നു, ചെടികൾ നട്ട് വളർത്തുക, അതിൽ നിന്ന് ചെറിയ ചെറിയ ചെടികൾ പ്ലാന്റ് ചെയ്യുക. ഇത് കാണുമ്പോൾ വീട്ടിൽ കസിൻസും അമ്മായിമാരും ഒക്കെ വരുമ്പോൾ ചോദിക്കും, അപ്പോൾ അവർക്കും കൊടുക്കും. അവരുടെ വീട്ടിലുള്ളതിന് ഓരോന്ന് ഞങ്ങൾക്കും തരും. അങ്ങനെ എല്ലാ വീടുകളിലും നിറച്ചും ചെടികളായി. ചെടികൾ നട്ട് വളർത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് റീപ്ലാന്റ് ചെയ്യുന്നതും എല്ലാം ഗൂഗിളിൽ നോക്കി അതുപോലെ ചെയ്തു നോക്കും. അങ്ങനെയാണ് ഞാൻ ജെഡ് പ്ലാന്റും കുറേ പ്ലാന്റുകളൊക്കെ റീപ്ലാന്റ് ചെയ്ത് പഠിച്ചത്. അങ്ങനെ എല്ലാം റീപ്ലാന്റ് ചെയ്യുമ്പോൾ പല പല ചട്ടികളിൽ ഇങ്ങനെ നിറയ്ക്കും. മുടക്ക് ദിവസമായാലും ഞായറാഴ്ച ആയാലും പോയി മണ്ണൊക്കെ കളച്ചെടുത്ത് ചട്ടികളിൽ നിറച്ച് എല്ലാം സെറ്റ് ചെയ്ത് അതിനു വേണ്ടി കുറേ സമയം. അതൊരു രസം, ഒരു നേരം പോക്ക്. എല്ലാവരും പറയാൻ തുടങ്ങി, ചെടികളുടെ പിന്നാലെ തന്നെ ഇങ്ങനെ നടന്നു, വേറെ ഒന്നും ശ്രദ്ധയില്ലാതെയെന്ന്. ശ്രദ്ധയില്ലാതെയല്ല, പക്ഷെ ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നിലേക്കും മൈൻഡില്ല, അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോവും. അപ്പം നമ്മുടെ മൈൻഡ് ചെടികളോട് സംസാരിക്കാനും ചെടികളായിട്ട് കൂട്ടുകൂടാനും അങ്ങനെ ഒരു ഹാപ്പിനെസ്സിലേക്ക് അങ്ങനെ പോവും. അങ്ങനെ പോയി ഇപ്പോൾ ചെടികളാണ് കൂട്ട്, അങ്ങനെയായി മാറും നമുക്ക്. സത്യത്തിൽ ഇവർക്ക് സംസാരിക്കാൻ കഴിവില്ല എന്നേ ഉള്ളൂ. ഇവർ നമ്മളെ കാണുമ്പോൾ സംസാരിക്കണ പോലെയും നമ്മളെ കാണുമ്പോൾ ആ ഇലകളിട്ട് ആടുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്ക് അവർ നമ്മളോട് സംസാരിക്കണ പോലെ തന്നെയാണ് തോന്നുക. നമ്മൾ അവരുടെ അടുത്ത് ഇടപഴകി നോക്കൂ, എന്നും അവരുടെ അടുത്ത് പോയി നിൽക്കുക, ചെടിയിലൊന്ന് തഴുകുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതിൽ പൂവുണ്ടാവുമ്പോൾ സന്തോഷിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരായിട്ട് കൂട്ടാവും. പിന്നെ ഇവർ വളരണതും അവരുടെ ഓരോ വളർച്ചയുടെ ഘട്ടവും അത് റീപ്ലാന്റ് ചെയ്യുന്നതും അങ്ങനെ ഓരോന്നൊക്കെ